ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ്. 24-ാം തീയതി ഉച്ച കഴിഞ്ഞ് ഒരു 12 മണിയോടുകൂടി തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ ഒരു ഫോൺ കോൾ വരികയുണ്ടായി. നമ്മുടെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ പൊട്ടുമെന്നായിരുന്നു ആ ഭീഷണി. അതിനെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും മറ്റും എല്ലാം അവിടെ പരിശോധിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിനെ തുടർന്ന് ഒരു വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് മനസ്സിലാവുകയും ഇയാളുടെ ഫോൺ കോൾ പരിശോധിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി. അങ്ങനെ ഇയാളുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ഇയാളുടെ പേര് ഹരിലാലാണെന്നും ഇയാൾ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇയാളുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഇയാൾ അവസാനമായിട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം പ്ലാന്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അറിയാൻ കഴിഞ്ഞു, എറണാകുളത്ത്. തുടർന്ന് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് ഇയാളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാൾ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് ഇയാളുടെ സഹോദരി ഒരു സുജ, ഡൽഹിയിലാണ് അവർ ഡൽഹി സ്വദേശിയാണ്. അവരെ കൂടുതൽ വിളിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ ഒരു അനീഷ്, പ്രമടം സ്വദേശി ഒരു അനീഷിനെ വിളിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലായി. അപ്പം അല്ലാതെയുള്ള കോൾസുകൾ പരിശോധിച്ച് വരുമ്പോൾ ഇയാൾ ഈ ബോംബ് ഭീഷണി കൊടുക്കുന്നതിൻ്റെ അന്ന് തന്നെ രാവിലെ ഒരു 2 കോള് ട്രിവാൻഡ്രത്തുള്ള ഒരാളെ വിളിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലായി. അയാളുടെ പേരൊരു മുഹമ്മദ് ഷെഫീലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടാവുമെന്ന് വിചാരിച്ച് അയാളുടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ അയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇയാളെ വെരിഫൈ ചെയ്തപ്പോൾ ഇയാൾക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല എന്നും ഇയാൾ പാർട്ണറായിട്ട് ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട് KSRTCക്ക് അടുത്തൊരു ഹോട്ടലിൽ. അതിനകത്ത് ഇയാൾ ജോലി ചെയ്തിരുന്നു. 2-3 ദിവസം ജോലി ചെയ്തതിനെ തുടർന്ന് ഇയാൾ പെട്ടെന്ന് അവിടെ മദ്യപിച്ച് ബഹളമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പോൾ നേരത്തെ ഒരു സിറ്റി ടവർ ഹോട്ടലിൽ ജോലി ചെയ്തതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഇയാൾ ഇപ്പോൾ ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇങ്ങനെ ഈ ബഹളം ഉണ്ടാക്കിയ ശേഷം ഇവിടുന്ന് പോയതിന് ശേഷം അതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ അതേ ആളെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇയാളെ തിരിച്ച് ഈ സ്ഥലത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതായിട്ട് ഇയാൾ വിളിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന ഫോണ് ഈ കഴിഞ്ഞ ദിവസം അയാൾ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇവിടെ ജോലിക്ക് എടുക്കുമോ എന്ന് ചോദിക്കുകയും അതേ മുഹമ്മദ് ഷെഫീലിനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തിയിട്ടാണ് ഇയാളെ കറക്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ച് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ആയിരുന്നു, ഇന്ന് വെളുപ്പിനായിരുന്നു അറസ്റ്റ്. ഇയാളെ പിടികൂടിയിട്ട് ഇപ്പോൾ ഇന്നാണ് അതിൻ്റെ അറസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കേട്ടില്ല? കൊച്ചി ഇയാൾക്ക് മുന്നേ 5 കേസുകളുണ്ട്. ടോട്ടൽ 5 കേസുകളായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് നമ്മൾ ICJS പ്ലാറ്റ്ഫോമിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇയാൾക്ക് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു തീവെപ്പ് കേസ്, പിന്നെ അതല്ലാതെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ 2 കേസ്, കൂടാതെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, പിന്നെ ഈ എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ കൊച്ചി മെട്രോ റെയിൽവേയിൽ ഇതുപോലെ ബോംബ് ഭീഷണി നടത്തിയിട്ടൊരു കേസുള്ളത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 1 കേസുണ്ട്. അല്ല, അത് മെയിൽ വഴി വന്ന പരാതികളെ ബേസ് ചെയ്തിട്ടാണ്. അതിനകത്ത് മെയിൽ വഴിയാണ് അങ്ങനെയുള്ള ഭീഷണികൾ വന്നിട്ടുള്ളത്. ഇത് ഫോണിലൂടെ വന്നതാണ്. ഇതിനകത്ത് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ അന്വേഷണങ്ങൾ കൂടുതൽ നടത്തുന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് അന്വേഷണം നടന്നു വരുന്നത്. ഇതൊരു ഹാബിറ്റാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊരു കാരണം ഇയാൾ പറയുന്നില്ല. ഇയാൾക്ക് ഇതൊരു എന്താ പറയുക, ഒരു മാനിയ പോലെ എന്ത് ചെയ്യുന്നു, ആൾക്കാർ ഇത്തരത്തിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഏജൻസികളെ വട്ടം ചുറ്റിക്കുക, അതാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്നത്. ഇല്ല, അങ്ങനെ കേസ് ബോംബ് വെച്ചതുമായിട്ടൊരു കേസില്ല. ഇതുപോലെ വ്യാജ ബോംബ് ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ കൊച്ചി മെട്രോ റെയിൽവേക്ക് ഇതുപോലെ ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. ഇയാളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഇയാൾ നേരത്തെ തിരുവനന്തപുരം സിറ്റി ടവർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത് KSRTC തൊട്ടടുത്ത് ഈ അടുത്ത് തുടങ്ങിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഇയാൾ സപ്ലയറായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെയാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഇഷ്യൂ വേറൊന്നുമല്ല, അയാൾ മദ്യപിച്ച് അയാൾ താമസിച്ചിരുന്ന ഡോർമിറ്ററിയിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് അയാൾ തന്നെ കുറേയൊക്കെ അയാൾ പോകാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. എന്തായാലും അവിടുന്ന് പിന്നെ നമ്മുടെ ഇവിടുന്ന് അവർ തന്നെ ജീവനക്കാർ തന്നെ അവരെ പറഞ്ഞു വിടാനുണ്ടായത്.